ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KSRTCയിൽ ചതുരംഗപ്പാറ പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചതുരംഗപ്പാറയും കള്ളിപ്പാറയും ഞങ്ങൾ പോയിരുന്നു. ചതുരംഗപ്പാറയുടെ താഴെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഓഫ് റോഡിൽ ജീപ്പിലാണ് പോയത്. അതിന് 150 രൂപ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇച്ചിരി സാഹസികമാണ് ആ വഴിയെ പോവുക എന്ന് പറയുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് കള്ളിപ്പാറയിലെത്താൻ. സീ ലെവലിൽ നിന്ന് ഏകദേശം 3600 മീറ്റർ ഉയരത്തിലാണ് കള്ളിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ കുറിഞ്ഞിപ്പൂക്കളൊക്കെ ധാരാളം പൂത്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ വർഷം അത് പൂത്തിട്ടില്ല. ജീപ്പിൽ പോകുന്നത് ശരിക്കും സാഹസികമാണ്. ആൾക്കാർ തെറിച്ച് പോവുകയാണ്. ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. കയറ്റം കയറി പോവുകയാണ്. വഴിയെല്ലാം കുഴിഞ്ഞ് ഭയങ്കര കാറ്റാണ്, അതിശക്തമായ കാറ്റ്. ശരിക്കും ജീപ്പോടെ പറന്നു പോകുമോയെന്ന് ഞാൻ പേടിച്ചു. മുകളിലേക്ക് ഞങ്ങളുടെ ടീമിൽ വന്നവരെല്ലാം തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. അങ്ങ് ദൂരെ കാറ്റാടി മരങ്ങളൊക്കെ നമുക്ക് കാണാം. ജീപ്പിലകത്ത് ബഹളമൊക്കെ വെക്കുന്നുണ്ട് ആൾക്കാർ. ഫ്രണ്ടിലിരിക്കുന്നവരെക്കാൾ പ്രശ്നമാണ് ബാക്കിലിരിക്കുന്നവർക്ക്. കുത്തനെയുള്ള കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റാണ് അടിച്ചു കയറുന്നത്. പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗി. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം ഓൾറെഡി ജീപ്പിൽ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയും മുകളിലേക്ക് കയറാം. പക്ഷെ ഞങ്ങളാരും കയറിയില്ല. നടന്ന് കയറാൻ ബുദ്ധിമുട്ടാണ്. പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നു. നല്ല സ്ഥലമാണ്. പ്രശ്നമുള്ള നല്ല സെറ്റൊക്കെ ഇതിലൂടെ നിൽക്കാൻ പറ്റുന്നു. നമ്മൾ പറന്നു പോകുമ്പോൾ നമുക്ക് സംശയം തോന്നും. പുതിയ ബൈക്കുകളൊക്കെ ന്യൂജൻ വന്നിട്ടുണ്ട്. അവരുടെ ഹെൽമെറ്റൊക്കെ കാറ്റത്ത് പറന്നു പോകുന്നത് കണ്ടു. എടുത്തുകൊണ്ട് വന്ന് കമത്തി വെച്ചിട്ടുണ്ട്. ദൂരെ മലകൾ, മഞ്ഞ് മൂടിയ മലകൾ, അതിമനോഹരമായ ഭംഗിയുള്ള സ്ഥലം. അല്പസമയം നിന്നാൽ ചിലപ്പോൾ നമ്മളിവിടെ പറന്നു പോകുമ്പോൾ കാറ്റ് കൂടി വരികയാണ്. സൂര്യാസ്തമയം കാണാൻ പറ്റിയ സ്ഥലമായിട്ടാണ് ഇതിനെ എല്ലാവരും വിവരിച്ചിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് മഞ്ഞ് മൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സൂര്യാസ്തമയമായിട്ടില്ല. എങ്കിലും കാർമേഘമണ്ഡലങ്ങൾ സൂര്യനെ മറച്ചിരിക്കുകയാണ്. എല്ലാവരും സെറ്ററിട്ട് തലയൊക്കെ ഒന്ന് മൂടിക്കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ മനോഹാരിതയും എല്ലാം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. തണുത്ത് കോച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോകാൻ സമയമായി എന്ന അറിയിപ്പ് വന്നു. പിന്നീട് ചതുരംഗപ്പാറയിലെത്തി. കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ബൗണ്ടറിയാണിത്. താഴെ അങ്ങ് നിരന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ കൃഷിസ്ഥലവും കാറ്റാടിപ്പാടവും കാണാൻ നല്ല ഭംഗിയുണ്ട്. മഞ്ഞ് മൂടി തുടങ്ങിയിട്ടുണ്ട്. കാറ്റാടിപ്പാടം കണ്ടാൽ വാഴ നട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ കേരളത്തിൻ്റെ വെച്ചിരിക്കുന്ന 3-4 എണ്ണം അവിടെ ചിലതൊന്നും അനങ്ങുന്നില്ല. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അതിൻ്റെ സൈഡിൽ പോയി നിന്ന് PP ഊതാനും ഫോട്ടോ എടുക്കാനും ഒക്കെ തുടങ്ങി. നല്ലൊരു എക്സ്പീരിയൻസാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3605 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം. അങ്ങ് ദൂരെ മഞ്ഞ് മൂടിയ മലകൾ, പലതരം ഫോട്ടോകൾ, റീൽസ് എല്ലാം ആൾക്കാരെടുക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് പല പ്രായത്തിലുള്ളവർ ഒന്നിച്ചു കൂടിയത് ആസ്വദിക്കുകയായിരുന്നു. അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ ശരിയാകുകയില്ല. അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. നല്ല തണുത്ത കാറ്റ് നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകാനായി വരുന്നതായി നമുക്ക് തോന്നും.
സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് അതിലില്ലായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെ ഒത്തുകൂടി ആഹ്ലാദിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വളരെ നല്ലതാണ്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. കുത്തനെയുള്ള ഇറക്കമാണ്. ഇങ്ങനെയും സ്ഥലങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ വഴികൾ മഹാമോശമാണ്. കുറേ കൂടെ ഈ വഴികളൊക്കെ നന്നാക്കുകയാണെങ്കിൽ ധാരാളം ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ശ്വാസം അടക്കി പിടിച്ചാണ് ജീപ്പേ യാത്ര ചെയ്യുന്നത്. അത് ഓടിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോലയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്ത് നിന്നാൽ 360 ഡിഗ്രി നമുക്ക് കാണാവുന്ന പോലെ, അതായത് ബേഡ്സ് ഐ വ്യൂ എന്ന് പറയും. എല്ലാ സ്ഥലങ്ങളും കാണാം. അതിശക്തമായ കാറ്റും അടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഭംഗിയും ഇതൊക്കെ പറയുന്നതിന് 100 നാക്കാണ്. കാറ്റടി മരങ്ങൾക്ക് കാണുന്ന പോലെയല്ല, വളരെ ഉയരമുണ്ട്. നല്ല കമ്പിയല വെച്ചിരിക്കുന്നതും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഈ ഓഫ് റോഡിൽ കൂടെ കുലുങ്ങി ജീപ്പിൽ പോകട്ടെ. ഈ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ആരോഗ്യമുള്ളപ്പോൾ എത്രയും വേഗം വന്ന് കാണുക. ഞങ്ങളുടെ കൂട്ടത്തിൽ ജെയിംസ് സാർ എന്ന PP ഊതിക്കൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് മടങ്ങുകയാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.